ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ സെയിം തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്നിവിടെ വിളവെടുപ്പാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് കാണാം. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്, നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നല്ല റെഡ് കളറിൽ എല്ലാം പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് 4 പാടം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടും. നല്ല ഓർഗാനിക് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ളതാണ്. വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. സ്റ്റെമ്മിന് വെറും 50 രൂപയേ ഉള്ളൂ. ഫ്രൂട്ട് നമ്മൾ 1 കിലോ 170 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്നെ കട്ട് ചെയ്യണമെന്ന് തോന്നി. എങ്ങനെയത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്, കഴിക്കാൻ തോന്നും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നത്. ഹായ്, നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ. അകം നല്ല റെഡ് കളറാണ്. അത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇനി ടേസ്റ്റ് എങ്ങനെയെന്നും കൂടെ നമുക്കറിയണം. ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകം വൈറ്റ് ആയിട്ടുള്ളതേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഉണ്ടോ? നല്ല മധുരം. നല്ല മധുരം. നല്ല മധുരം. ഡ്രാഗൺ ഫ്രൂട്ട് നിർവികാരമാണ്, രുചിയില്ല, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണവർക്കൊരു മറുപടിയാണ് കേട്ടോ ഇത്. സത്യം പറയാനുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത തോട്ടം അവിടെയാണ് കേട്ടോ. ഇവിടെ 4 തോട്ടമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ആദ്യത്തെ തോട്ടമാണ്. ഇത് രണ്ടാമത്തെ തോട്ടത്തിലോട്ട് പോകുന്നതാണ്. ഇവിടത്തെ ഇത് കണ്ടോ, നല്ല പ്രകൃതി രമണീയതയാണ്. അതേപോലെ നല്ല കാടും ഉണ്ട്. ആ കാരിക്കേച്ചർ കണക്കൊരു മരം നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇവിടെ എണ്ണാൻ്റെ ശല്യം ഒന്നും വരത്തില്ല ഇപ്പം നേരത്തെ എടുക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെയും ഇത് അധികം ഭയങ്കര പഴുപ്പായതല്ല. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ, നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് കറക്റ്റ് പഴുപ്പാവും. അപ്പം നിങ്ങൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഇനി ഒരു സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് മഞ്ഞ സ്റ്റെം വേണമെന്ന്, മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റെം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നേ. അത് മഞ്ഞ കുറച്ചുകൂടെ ടൈം എടുക്കും പഴുക്കാനും. അത് വിളവെടുത്ത ശേഷമേ നമുക്ക് സ്റ്റെം വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഇത് മുട്ടല്ലേ അല്ലേ? നല്ല രസമുണ്ട്, കുഞ്ഞു മുട്ട്. എന്നിട്ട് ഈ മുട്ടാണ് പിന്നീട് ഇത് കണക്ക് ഫ്ലവർ ആവുന്നത് അല്ലേ? അതേ കണക്ക് അത്രയും വലുതായി അതിന്റെ മുട്ട വേറെ നമുക്ക് ചിലപ്പം എടുക്കാം. ബ്ലൂ മാളിൽ പോയപ്പോൾ അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റീസ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ വില അവിടെ 249. അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇതിലെടുത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിത് ഓർഗാനിക് ആയിട്ടുള്ള സാധനം, ഫ്രഷ് ആയിട്ടുള്ള സാധനം 170 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇത് നോക്കിയാൽ ഇതിൻ്റെ നടുക്ക് തന്നെ ഒരു കുളം പോലെ ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ശകലം മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഇതൊക്കെയാണ് നഴ്സറിയിൽ വെക്കുന്നത്. കാറ്റിൽ പിടിച്ച് കിടക്കുന്നതാണ്. കണ്ടോ, കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ത്തിലുള്ള ഫുള്ളും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഡേ നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ സമയപരിമിതി കൊണ്ട് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.